കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 11 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സിംഹാസനാരോഹണ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുമാപ്പ് ലഭിച്ച 457 തടവുകാർക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്ന് മന്ത്രിസഭ. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സിംഹാസനാരോഹണ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് 457 തടവുകാർക്ക് പൊതുമാപ്പ് നൽകിയത്. രാജ്യവികസനത്തിന് സംഭാവന നൽകുന്നതിനും അവരുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും അവരെ ശാക്തീകരിക്കുന്നതിനായി അവർക്ക് തൊഴിൽ പരിശീലനം നൽകാൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തൊഴിൽ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു. മാപ്പ് നൽകിയ തടവുകാരെ തൊഴിൽ വിപണിയിൽ സമന്വയിപ്പിക്കുന്നതിനും ലഭ്യമായ പരിപാടികളിൽ നിന്നും അവസരങ്ങളിൽ നിന്നും അവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി 27,972 പുതിയ പെർമിറ്റുകൾ അനുവദിച്ചതായി കണക്കുകൾ. നിലവിലുണ്ടായിരുന്ന 24,646 പെർമിറ്റുകൾ പുതുക്കുകയും ചെയ്തു. നിലവിൽ ബഹ്റൈനിലേക്ക് വിദേശ തൊഴിലാളികളെ എത്തിക്കുന്ന 97 അംഗീകൃത ഏജൻസികളാണുള്ളത്. 2023 പുതുതായി ലൈസൻസ് ലഭിച്ച 52 എണ്ണം ഉൾപ്പെടെയാണിത്. തൊഴിൽ അന്തരീക്ഷം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി LMRA കഴിഞ്ഞ വർഷം 46,242 പരിശോധനകൾ നടത്തി. 2,307 തൊഴിലുടമകൾ നിയമം ലംഘിച്ചതായും കണ്ടെത്തി. 20 ആഭ്യന്തര പരിശോധനാ ക്യാമ്പയിനുകളും മറ്റ് സർക്കാർ ഏജൻസികളുമായി ചേർന്ന് രാജ്യത്തുടനീളം വിവിധ സംയുക്ത പ്രചാരണങ്ങളും നടത്തിയെന്നും LMRA റിപ്പോർട്ടിൽ പറയുന്നു. നിയമം ലംഘിച്ച 2,220 വിദേശ തൊഴിലാളികളെ ഈ പരിശോധനയിൽ പിടികൂടിയിരുന്നു. നിയമലംഘനം നടത്തിയ 5,477 വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷം ശ്രാവണം 2024 ഭാഗമായുള്ള വടംവലി മത്സരം നാളെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും. വൈകിട്ട് 7 തുടങ്ങുന്ന മത്സരം പുരുഷ വനിതാ വിഭാഗങ്ങളിലായാണ് നടത്തപ്പെടുക. തരംഗശൈലിയിലുള്ള വടംവലി നിർദ്ദേശിക്കുന്ന മത്സരത്തിൽ വിവിധ സംഘടനകളെയും സമാജം ഉപവിഭാഗങ്ങളെയും മറ്റ് പ്രതിനിധാനം ചെയ്ത് 15ലധികം ടീമുകൾ പങ്കെടുക്കും. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ടീമുകൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകും. തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ 1 മാസം നീളുന്ന ICF മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ സെൻട്രൽ യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന മദ്ഹൂ റസൂൽ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ രാത്രി 8 ഉമൽ ഹസം സെൻട്രൽ സമ്മേളനം ബാങ്കോക്ക് ഹാളിൽ നടക്കും. മൗലിദ് പാരായണം, കുട്ടികളുടെ കലാപരിപാടികൾ, ദഫ് പ്രദർശനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. ICF റിഫ സെൻട്രൽ മിലാദ് സമ്മേളനം 14 വൈകിട്ട് 7 സനത് ബാബ സിറ്റി ഹാളിലും ശനി 6 മണിക്ക് മനാമ സെൻട്രൽ മാർക്കറ്റ് സുന്നി സെന്ററിലും രാത്രി 8 ഗുദൈബിയ സെൻട്രൽ മിലാദ് സമ്മേളനം ഹൂറ ചാരിറ്റി ഹാളിലുമാണ് നടക്കുക. 15 ഉച്ചയ്ക്ക് സൽമാബാദ് അൽ ഹിലാൽ ഓഡിറ്റോറിയം, രാത്രി മുഹറക് ജംഇയ ഓഡിറ്റോറിയത്തിലുമാണ് മിലാദ് കോൺഫറൻസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 16 ഹമദ് ടൗൺ, 19 ഇസ ടൗൺ, 18 സിട്ര, 20 മനാമ എന്നിവിടങ്ങളിലും മീലാദ് സമ്മേളനങ്ങൾ നടക്കും. പരിപാടികളിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ താത്തൂർ ഇബ്രാഹിം സഖാഫി മുഖ്യാതിഥിയാകും. മിലാദ് സമ്മേളനങ്ങൾക്ക് സമാപനം കുറിച്ച് സെപ്റ്റംബർ 22 സൽമാബാദ് ഗൾഫ് ഫെയർ ഹാളിൽ ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസും ICF ബഹ്റൈൻ 45ാം വാർഷിക ഉദ്ഘാടനവും നടക്കും. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണൂർ ജ്വല്ലേഴ്സ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം.
ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും 2024 ഒക്ടോബർ 3 മുതൽ 12 വരെ സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ഈ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിൽ കലാപരിപാടികളും നവരാത്രി ആഘോഷങ്ങളും ഉണ്ടായിരിക്കുമെന്നും വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ 13 രാവിലെ 4:30 മുതൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരവും സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളും പകർന്നു നൽകുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 39882437 അല്ലെങ്കിൽ 33193440 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബ്രേവ് കോമ്പാക്ട് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന വേൾഡ് മിക്സഡ് മാർഷൽ ആർട്ട് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 13 ബഹ്റിനിൽ നടക്കും. 2016 ബഹ്റിനിൽ തുടക്കമിട്ട കായിക മാമാങ്കം ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ ടൂർണമെന്റ് നടത്തിക്കഴിഞ്ഞു. ഇസ ടൗണിലെ ഖലീഫ സ്പോർട്സ് സിറ്റിയിൽ നടക്കാൻ പോകുന്ന ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പിൽ 34 രാജ്യങ്ങളാണ് മത്സരിക്കാനെത്തുന്നത്. പ്ലാറ്റിനം ലിസ്റ്റിൽ ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയതായി സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സ്വീകരിച്ചു. കൂടിക്കാഴ്ചയിൽ ഇരുവരും സുരക്ഷാ സഹകരണം അവലോകനം ചെയ്യുകയും പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ദേശീയത, പാസ്പോർട്ട്, താമസകാര്യ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫയും സന്നിഹിതനായിരുന്നു. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ പാരിഷ് 18ാമത് ഇടവക ദിനം അടൂർ ഭദ്രസനാധ്യക്ഷൻ റവറൻ മാത്യൂസ് മാർ സെറാഫിം മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ ഇടവക വികാരി റവറൻ മാത്യു ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. ഇടവക സെക്രട്ടറി എബി വർഗീസ് ഇടവക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഹ്റിൻ മാർത്തോമ പാരിഷ്, സൗത്ത് കേരള CSI ചർച്ച്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച്, ബഹ്റിൻ മലയാളി CSI ചർച്ച് എന്നീ ഇടവകകളിലെ വൈദികർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇടവക ട്രസ്റ്റി ജിജു കെ ഫിലിപ്പ് നന്ദി അറിയിച്ചു. ബഹ്റിൻ മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ അടൂർ ഭദ്രസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പായെ അനുമോദിക്കുന്നതിനായി മാർത്തോമ കോംപ്ലക്സിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. ഇടവക കായിക സംഘത്തിൻ്റെ ഗാനാലാപനത്തോടെ ആരംഭിച്ച യോഗത്തിൽ ഇടവക വികാരി റവറൻ ബിജു ജോൺ അധ്യക്ഷത വഹിച്ചു. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻ മാത്യു ചാക്കോയുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കു ശേഷം ഇടവക സെക്രട്ടറി സൺസി ചെറിയാൻ സ്വാഗതം ആശംസിച്ചു. സഹവികാരി റവറൻ ബിബിൻസ് മാത്യൂസ് ഓമനാലി, വൈസ് പ്രസിഡന്റ് ചാക്കോ പി മെത്തായി എന്നിവർ ആശംസകൾ നേർന്നു. ഇടവക ട്രസ്റ്റി ബിജു കുഞ്ഞച്ചൻ, ജോബി M ജോൺസൺ എന്നിവർ ചേർന്ന് തിരുമേനിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പയുടെ മറുപടി പ്രസംഗത്തിന് ശേഷം അക്കൗണ്ട് ട്രസ്റ്റി ചാൾസ് വർഗീസ് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.